നമ്മള് പുതിയ 10 രൂപയുടെ ബാക്കിൽ ഉള്ള ആ ചിത്രം അന്വേഷിച്ച് വന്നത് എത്തിയത് ഇപ്പോൾ കൊണാർക്കിലാണ്. കൊണാർക്കിലാണ് ഈ സാധനം കാണുന്നത്. ഇത് എവിടെയാണെന്ന് അറിയാം. ഒറീസയില് ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ കൊണാർക്ക് ടെമ്പിൾ. സുഹൃത്തുക്കളെ, സൈതാവൻ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. 13-ാം നൂറ്റാണ്ടിൽ 12,000 ശില്പികൾ 12 വർഷം കൊണ്ട് പണിത അഥവാ പണി തീരാത്ത ക്ഷേത്രം, പൂജ നടന്നിട്ടേയില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമല്ലാത്ത സൂര്യരാജാവിൻ്റെ കൊട്ടാരം, 24 രഥചക്രങ്ങൾ, 7 കുതിരകൾ വലിക്കുന്ന രഥത്തിൻ്റെ രൂപത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ചരിത്രം കള്ളം പറയില്ലെങ്കിൽ കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. 12,000 ശില്പികൾ 12 വർഷം പണിതിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ വിമാനം അഥവാ മുകളിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ഏകശില ഉറപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ മുഖ്യ ശില്പിയുടെ വെറും 12 വയസ്സുകാരനായ മകൻ ധർമ്മപാലൻ വേണ്ടി വന്നു ആ ദൗത്യം നിർവഹിക്കാനെന്നതും ആ ദൗത്യ നിർവഹണത്തിന് ശേഷം ആ കുട്ടി ചന്ദ്രഭാഗ നദിയിൽ അപ്രത്യക്ഷനായി എന്നും അഥവാ ആത്മഹത്യ ചെയ്തു എന്നും ചരിത്രം. ഈ ഏകശില മുകളിൽ സ്ഥാപിച്ചപ്പോൾ അവിടെ ഒരു അസാധാരണ കാന്തിക മണ്ഡലമുണ്ടാവുകയും അതിന് താഴെയുള്ള സൂര്യഭഗവാന്റെ പ്രതിഷ്ഠ ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയിൽ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് വായുവിൽ നിലകൊള്ളുകയും ചെയ്തു എന്നും ചരിത്രം. കുട്ടിയുടെ തിരോധാനം അപശകുനമായി കണ്ട രാജാവ് പൂജാതി കർമ്മങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും അങ്ങനെ ക്ഷേത്രം വിസ്മൃതിയിലാവുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം നാവികരായ പോർച്ചുഗീസുകാർ കപ്പലിൽ അതുവഴി വന്നപ്പോൾ ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയാൽ അവരുടെ കപ്പലിലെ ദിശാസൂചികയ്ക്ക് കോട്ടം തട്ടുകയും കേടുപാട് പറ്റുകയും ചെയ്തു. ശേഷം ആയതിൻ്റെ ഉറവിടമന്വേഷിച്ച് പോർച്ചുഗീസുകാർ ഈ ക്ഷേത്രത്തിലെത്തുകയും മുകളിൽ സ്ഥാപിച്ച ഏകശില തച്ചുടയ്ക്കുകയും അമ്പലത്തിനകത്ത് മണ്ണുവാരി നിറയ്ക്കുകയും ചെയ്തു എന്നത് പുതുചരിത്രം. പിന്നെ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെയാണ് കാട് മൂടിക്കിടന്ന ഈ അനാഥ സൂര്യക്ഷേത്രം ഇന്ന് കാണുന്ന സ്ഥിതിയിലേക്ക് രൂപാന്തരപ്പെടുന്നത്. സൂര്യൻ്റെ ഉദയവുമായി ബന്ധപ്പെട്ട് സമയക്രമീകരണവും ഇവിടെ സ്ഥാപിച്ച 24 ചക്രങ്ങളിൽ 2 ചക്രങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ 2 ചക്രങ്ങളുടെ നടുവിൽ ഒരു വസ്തു വച്ചാൽ അതിൻ്റെ നിഴൽ നോക്കി സമയമറിയാവുന്ന വിദ്യയും ഗൈഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സിമൻ്റില്ലാതെ മറ്റു കൂട്ടുകളില്ലാതെ കല്ലിന്മേൽ കല്ലുവെച്ച് പണിത ഈ ചരിത്ര ഇതിഹാസത്തിൻ്റെ ഓരോ ചക്രങ്ങളിലും മറ്റ് ചുവർ ശില്പങ്ങളിലും പോയ കാലത്തിൻ്റെ ശില്പികളുടെ കരവിരുതുകൾ തൊട്ടറിയാം. ഓരോ ചക്രങ്ങളിലും 1000 ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വിസ്മയ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിർവീര്യമാക്കുന്ന ഈ അത്ഭുത കാഴ്ചയും ഇതിന് സമീപം തന്നെയുള്ള ചരിത്ര വഴികൾ പറഞ്ഞു തരുന്ന മ്യൂസിയവും മനസ്സിൽ കാലങ്ങളോളം മായാതെ കിടക്കും. തീർച്ച. നമുക്ക് വ്യത്യസ്തമായ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.